ഇടുക്കിയിൽ വാഹനങ്ങൾക്ക് നേരെ വീണ്ടും പാഞ്ഞെടുത്ത് കാട്ടാന പടയപ്പ. മറയൂർ 8-ാം മൈലിൽ വാഹനങ്ങൾ തടഞ്ഞ പടയപ്പ കൊടുംവളവിൽ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിന്റെ പിന്നിൽ നിന്നെത്തി KSRTC ആക്രമിക്കാനും ശ്രമിച്ചു. പിക്കപ്പ് വാഹനം തടഞ്ഞ തണ്ണിമത്തൻ എടുക്കുകയും ചെയ്തു. തൃശൂർ പാലപ്പിള്ളിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. 100-ലധികം വാഴകളും തെങ്ങുകളും കാടിറങ്ങിയ ഒറ്റയാൻ നിലം പരിശാക്കി. പാലപ്പിള്ളി കാരികുളം കടവിൽ കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. പാലപ്പറമ്പൻ രാമകൃഷ്ണൻ, പുളിക്കൽ തങ്കച്ചൻ എന്നിവരുടെ കൃഷിയിടത്തിലെ നേന്ത്രവാഴകളും തെങ്ങുകളുമാണ് ആന നശിപ്പിച്ചത്. രാമകൃഷ്ണന്റെ 80 വാഴകളും 2 തെങ്ങുകളും തങ്കച്ചന്റെ 25ഓളം വാഴകളുമാണ് കാട്ടാന ചവിട്ടി മെതിച്ചത്. കഴിഞ്ഞ രാത്രിയാണ് പുഴ കടന്നെത്തിയ ഒറ്റയാൻ കൃഷി നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ജനവാസ മേഖലയിൽ ഒറ്റയാൻ എത്തിയത്. കാട്ടാനയുടെ ശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികളും കർഷകരും ആശങ്കയിലാണ്. കാട്ടാന ശല്യം ഒഴിവാക്കാൻ പുലിക്കണ്ണി കാരിക്കുളം ഭാഗത്ത് സൗരോർജ്ജ വേലികളും ശാശ്വത പരിഹാരത്തിനായി കിടങ്ങുകളും സ്ഥാപിക്കണമെന്ന് മലയോര കർഷക സമിതി ആവശ്യപ്പെട്ടു. ആനകളെ കാട്ടിലേക്ക് തന്നെ ഓടിപ്പിക്കണം, അല്ലാതെ ആറാട്ടിന്റെ നാട്ടില് വിട്ട് ആനയൊക്കെ വന്നു പോയതിന് ശേഷം അവര് വണ്ടിയിൽ പറക്കാൻ വന്നിട്ട് ഒരു കാര്യമില്ല. ഇതിന് വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാവണം. ഇവിടുത്തെ ജനപ്രതിനിധികൾ, MLA അടക്കമുള്ള ആളുകള് ഇത് കാണണം. ട്രെഞ്ച് സ്ഥാപിച്ചേ പറ്റൂ. ഇതിനത് മാത്രമേ പരിഹാര മാർഗമുള്ളൂ. കാട്ടിലെ വന്യമൃഗങ്ങൾ കാട്ടിൽ തന്നെ നിൽക്കണം. അതിനുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഒരുക്കേണ്ടത് സർക്കാരിന്റെയും ഇവിടെയുള്ള MLA യുടെയും പഞ്ചായത്തിന്റെയും വലിയ ഉത്തരവാദിത്തമാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.